good evening. Welcome to the debate. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കനത്ത പരാജയത്തിന്റെ പ്രഹരത്തിനു ശേഷം 8 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് പരാജയം. KSU MSF സഖ്യമായ UDSF വിജയിച്ചു. ചരിത്രജയം എന്നു തന്നെ പറയാം. SFI നേരിട്ടത് കനത്ത തിരിച്ചടി. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെ ക്യാമ്പസുകളിൽ ചർച്ചയായതിന് പിന്നാലെ നടന്ന സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലാണ് SFI തിരിച്ചടി നേരിട്ടതെന്ന് ഓർക്കണം. ക്രിമിനൽ സംഘമായി അധപ്പതിച്ച SFIക്ക് ക്യാമ്പസിന്റെ മറുപടി ആണ് ജയമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ചോദ്യം ഇതാണ്, കോട്ടകൾ ഇളകി തുടങ്ങിയോ? എട്ടു വർഷത്തിനു ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി KSU MSF സഖ്യം പിടിക്കുമ്പോൾ കണക്കുകളൊന്ന് പരിശോധിക്കൂ. ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം 28, UDSFന് ലഭിച്ചത് 286, SFIക്ക് ലഭിച്ചത് 28 വോട്ട് പുറകിൽ 228. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് UDSFന് ലഭിച്ചത് 259, SFIക്ക് ലഭിച്ചത് 217, ഭൂരിപക്ഷം 42. ജോയിന്റ് സെക്രട്ടറിക്ക് ലഭിച്ചത് UDSFന് 254, SFIക്ക് 220, ഭൂരിപക്ഷം 34. വൈസ് ചെയർമാൻ വനിത UDSF 255, SFI 222, ഭൂരിപക്ഷം 33. വൈസ് ചെയർമാൻ UDSF 258, SFI 218, ഭൂരിപക്ഷം 40. എല്ലാ ജനറൽ സീറ്റുകളിലേക്കും മത്സരിച്ചു കയറിയത് വലിയ ഭൂരിപക്ഷത്തിലാണ് UDSF. SFIയെ പരാജയപ്പെടുത്തുന്നത് 8 വർഷത്തിനു ശേഷമാണ് എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രത്യേകതയും. നമുക്കൊപ്പം അലൂഷി സേവ്യർ KSUവിൻ്റെ പ്രതിനിധി, ഒപ്പം MSFിൽ നിന്നും PK നവാസ്, SFIയിൽ നിന്നും സാദിഖും തത്സമയം ചേരുന്നു. ആദ്യം ഞാൻ SFI പ്രതിനിധിയിലേക്ക്. 8 വർഷത്തിനു ശേഷം നിങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാല നഷ്ടപ്പെടുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ഒപ്പം പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം ഉയർത്തിയ ഒരു രാഷ്ട്രീയ സാഹചര്യവുമാണോ നിങ്ങൾക്ക് തിരിച്ചടിയായി തീർന്നത്? സാദിഖ്. യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നേരത്തെ യൂണിയൻ ഭരിച്ചു വന്നിരുന്ന SFI പരാജയപ്പെടുകയും MSF KSU നേതൃത്വത്തിലുള്ള UDSF സഖ്യം യൂണിയൻ നേടുകയും ചെയ്ത സാഹചര്യമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ചർച്ചയിൽ ആദ്യം തന്നെ SFIക്ക് പറയാനുള്ള ഒരു കാര്യം, ഏതൊരു ജനാധിപത്യ പോരാട്ടത്തിന്റെ ഫലവും അത് അനുകൂലമായാലും പ്രതികൂലമായാലും ഉൾക്കൊള്ളുക എന്നുള്ളതും ആ പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളതും തിരുത്തുക എന്നുള്ളതും ഒരു ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുന്നോട്ട് പോക്കിൽ പ്രധാനമാണ് എന്ന് SFI വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ SFIക്കുണ്ടായ പരാജയം ഞങ്ങൾ അംഗീകരിക്കുകയും ഭാവിയിൽ ശക്തമായ നിലയിൽ വിജയിച്ചു വരാൻ ആവശ്യമായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഞങ്ങൾ തയ്യാറാവുകയും ചെയ്യും എന്നുള്ളതാണ്. 8 വർഷം നിങ്ങളുടെ കൈവെള്ളയിൽ ഇരുന്നൊരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിൽ ഗവർണറുടെ തടയുന്നതടക്കമുള്ള രാഷ്ട്രീയ സമരങ്ങൾ നിങ്ങൾ നടത്തി. അതെല്ലാം പാഴായിപ്പോയല്ലോ. ഈ SFIക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് നിങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തൽ? KSU പറയുന്നത് ഇത് SFIയുടെ ജനാധിപത്യ വിരുദ്ധ ഏകാധിപത്യ ധാർഷ്ട്യത്തിന് കേറ്റ തിരിച്ചടി എന്നാണ്. ശ്രീ അരുൺ പറഞ്ഞതിൽ ഒരു തെറ്റിദ്ധാരണാജനകമായ വസ്തുതയുണ്ട്. ഗവർണർക്കെതിരായ സമരം നടന്നത് എന്തിന്റെ പേരിലാണ്? കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല നിർദ്ദേശിച്ചവരെ വെട്ടിമാറ്റി ABVPയുടെയും അതേപോലെ തന്നെ മറ്റിതര സംഘടനകളുടെയും പ്രതിനിധികളും പ്രവർത്തകരുമായ വ്യക്തികളെ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെ കുത്തിത്തിരിക്കിയതിനെതിരായിരുന്നു ഞങ്ങൾ സമരം നടത്തിയത്. ആ സെനറ്റ് ഇലക്ഷന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സെനറ്റിന്റെ തുടർച്ചയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പാണ്. ആ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥി പ്രതിനിധി ഉണ്ട്. ആ വിദ്യാർത്ഥി പ്രതിനിധിയായി വിജയിച്ചത് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് P താജുദ്ദീനാണ്. ഞാൻ പറയുന്ന കാര്യം, സെനറ്റിനെ തുടർന്ന് നടന്ന സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചു. ഗവർണർക്കെതിരായ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയം ശരിയാണെന്ന് അംഗീകരിക്കപ്പെട്ടു. എന്നാൽ ആ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടന്ന വിഷയമോ അതിൽ SFI വിദ്യാർത്ഥി പ്രതിനിധിയെ നേടിയെടുത്ത കാര്യമോ അരുൺ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരോ മാധ്യമ സ്ഥാപനങ്ങളോ അറിഞ്ഞിട്ടില്ല.
നിങ്ങൾ ആരും തന്നെ ഇത് മാധ്യമങ്ങളെ അറിയിക്കാൻ നിങ്ങളുടെ യൂണിയൻ തന്നെ തയ്യാറായിട്ടില്ല, നഷ്ടപ്പെടുമ്പോൾ ആ ജനങ്ങളെ അറിയിക്കാൻ വാർത്തയ്ക്കൊപ്പം തയ്യാറായിട്ടില്ല. തീർച്ചയായും സിൻഡിക്കേറ്റിൽ SFI പ്രതിനിധി ഉണ്ടാവുന്നു എന്നത് നിങ്ങളുടെ രാഷ്ട്രീയ വിജയമായി നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങളുടെ യൂണിയൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആ യൂണിയൻ കാലിക്കറ്റ് സർവകലാശാലയുടെ പരിധിയിൽ വരുന്ന മുഴുവൻ കോളേജുകളിലെയും UUC-മാർ ചേർന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ മേധാവിത്വം ഉണ്ടായിരുന്നൊരു സർവകലാശാലയാണ് നിങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് ഒലിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ SFI വിജയിക്കുമ്പോൾ ചർച്ചയില്ലാതിരിക്കുകയും ഗവർണർക്കെതിരായ വലിയ സമരം കേരളം ആകെ ചർച്ച ചെയ്ത ഒരു സമരത്തിന്റെ തുടർച്ചയായ ആ തെരഞ്ഞെടുപ്പ് തമസ്കരിക്കപ്പെടുകയും കേരളത്തിലെ മറ്റിതര സർവകലാശാലകളിൽ നിന്ന് SFI നേടുന്ന വാർത്തകളെ മുക്കിക്കളയുകയും ചെയ്യുന്ന നിങ്ങൾ ഇന്ന് ചർച്ച നടത്തുന്നതിലെ ദുരുദ്ദേശത്തെയാണ് ഞങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്താ ചർച്ച നടത്തണ്ടേ? കാലിക്കറ്റ് സർവകലാശാലയിൽ നിങ്ങൾ തോറ്റു എന്ന് പറയരുതെന്നാണോ? കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പരാജയപ്പെട്ടു എന്ന് പറയരുതെന്നാണോ സാദിഖ് നിങ്ങൾ പറയുന്നത്? ഞാനതല്ലേ പറഞ്ഞത്, സിൻഡിക്കേറ്റിൽ നിങ്ങൾ വിജയിച്ചു, പക്ഷേ സർവകലാശാല യൂണിയൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്താണ് കാരണമെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യകാരണങ്ങളിലേക്ക് വിശദമായി തന്നെ നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ അക്കാഡമിക് ഇയറിൽ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള കാർഷിക സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയുള്ള 5 സീറ്റിലും SFI വിജയിച്ചു. അതേ സംബന്ധിച്ച് ചാനലുകളിൽ ചർച്ചയുണ്ടായില്ല, നിങ്ങൾ ആരും അറിഞ്ഞില്ല. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 10ൽ 6 സീറ്റ് SFI നേടി, മൃഗീയ ഭൂരിപക്ഷം നേടി. അതേ സംബന്ധിച്ച് ചർച്ചയുണ്ടായില്ല. അതെ, നിങ്ങളുടെ കൈവശമിരിക്കുന്ന ഒരു സർവകലാശാല നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴാണല്ലോ അതിനൊരു പ്രധാന വാർത്തയുണ്ടാവുന്നത്. ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതിന് തൊട്ടു പിന്നാലെ കാലിക്കറ്റ് സർവകലാശാല എന്ന് പറയുന്ന ഒരു വലിയ സർവകലാശാലയുടെ യൂണിയൻ പദവി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായൊരു വാർത്തയാവും. എന്താ അതിനകത്ത് സംശയം സാദിഖ്? ഞാൻ സാദിഖിലേക്ക് തിരിച്ചു വരാം. ശ്രീ PK നവാസ്, ഒപ്പം തന്നെ അലോഷി സേവർ നമുക്കൊപ്പം ഉണ്ട്. ആദ്യം ഞാൻ അലോഷി സേവറിലേക്ക് ഒന്ന് പോകുന്നു. അലോഷി സേവർ, സിൻഡിക്കേറ്റിലേക്ക് SFI വിജയിച്ചു, അതവരുടെ രാഷ്ട്രീയ വിജയമാണ്. ഈ പരാജയം അവർ ഉൾക്കൊള്ളുന്നു, അവർ പഠിക്കുക തന്നെ ചെയ്യും പാഠം എന്നുള്ളതാണ്. തീർച്ചയായും പ്രതികൂല ഘടകങ്ങൾ ഒരുപാടുണ്ട്. അതിലൊരു SFI നേതാവ് എന്നോട് പറഞ്ഞത്, മലബാർ മേഖലകളിലുള്ള ധാരാളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടിയാണ് ഈ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ SFIക്കെതിരെ വിധി എഴുതിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും അവരത് പഠിക്കും എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിക്ക് മുന്നിൽ അവർ വിനയാന്വിതരാവുന്നുണ്ട്. അലോഷി സേവർ, യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിലേക്ക് SFI പ്രതിനിധി അയക്കാൻ കഴിഞ്ഞ വിജയത്തിൻ്റെ ഒരു വലിയ ശോഭയുണ്ട്. ആ ശോഭയുടെ നിഴലിൽ മാത്രമല്ലേ ഈ പരാജയം? അല്ല, ഒരിക്കലുമല്ല ശ്രീ അരുൺകുമാർ. കാരണം SFIയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന ഈ ചർച്ചയിൽ എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് കാലിക്കറ്റ് പോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി SFI അടക്കി ഭരിച്ചിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, അതും വലിയ ഒരു മാർജിനിൽ ഇവിടെ KSU MSF നേതൃത്വം കൊടുക്കുന്ന UDSF മുന്നണി വിജയിച്ച് കയറുമ്പോൾ അതിനെ എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു യൂണിയൻ നഷ്ടപ്പെട്ടു പോയ ഒരു വിഷയത്തിൽ SFIയുടെ പ്രതിനിധി സംസാരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഞാൻ പറയുന്നത്, ഇത് ഈ കഴിഞ്ഞ ഒരു വർഷത്തോളമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഒരു വലിയ വ്യതിയാനം അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ്. SFI പരമ്പരാഗതമായി അടക്കി വെച്ചിരുന്ന ക്യാമ്പസുകളിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ തിരസ്കരിച്ചതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ നേർസാക്ഷ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം. കാർഷിക സർവകലാശാലയിൽ നിങ്ങൾ തോറ്റു. അല്ല, ഞാൻ അതിലേക്ക് കടന്നു വരാം. സിൻഡിക്കേറ്റിൽ നിങ്ങൾക്ക് പ്രതിനിധിയില്ലാത്ത അവസ്ഥയെത്തി. അതിലേക്ക് കടന്നു വരാം. അതായത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി 20 വർഷം 25 വർഷം അല്ലെങ്കിൽ 30 വർഷക്കാലം SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ ഇവിടെ KSUവും MSFും ഞങ്ങൾ സംയുക്തമായിട്ട് വിജയിച്ചു കയറുന്ന കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു തിരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിജയത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടുന്നത്. ഇവിടെ ഏത് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ SFI പ്രതിരോധത്തിൽ വരുമ്പോൾ അവർ പറയുന്ന ഒരു വാദമുഖമുണ്ട്. ഞങ്ങൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികൾ ഞങ്ങളാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം കോളേജുകൾ ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന് പറയുമ്പോഴും ആ ക്യാമ്പസുകളിൽ അവർ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് അവർ നടത്തുന്ന ഒരു സമഗ്രാധിപത്യ പ്രവണതയുണ്ട്. അതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിലും തുറന്നു കാണിക്കുവാൻ KSUവും MSFും ഞങ്ങളുമെല്ലാം സംയുക്തമായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കാർഷിക സർവകലാശാലയുടെ വിഷയം പറഞ്ഞു. അത് കാർഷിക സർവകലാശാലയായിക്കോട്ടെ, ഈ വെറ്റിനറി സർവകലാശാലയായിക്കോട്ടെ, അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ SFI അവരുടെ ഭരണത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കരുത് എന്നതിൻ്റെ ഉത്തമ മാതൃകകളായിട്ട് മുന്നോട്ട് പോയി വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ വിജയിക്കുമ്പോൾ അത് ഏകാധിപത്യ പ്രവണതയാവുകയും
ഇവിടെ കാലിക്കറ്റ് സർവകലാശാല പരാജയപ്പെടുമ്പോൾ ജനാധിപത്യമാവുന്നതും ചെയ്യുന്നത് ശ്രീ എങ്ങനെയാണ്? അരുൺകുമാർ, അതിലേക്ക് ഞാൻ വരട്ടെ. അതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഞങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് MSFന്റെ സംസ്ഥാന അധ്യക്ഷനും നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 8 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഞങ്ങൾ പരിശോധിക്കുക. തുടർച്ചയായി 8 വർഷം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും SFIക്ക് ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവർ ഏത് വിധേയനെയും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നേരത്തെ പി കെ നവാസ് സൂചിപ്പിച്ചത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. എനിക്ക് പി കെ നവാസിലേക്ക് ഒന്ന് പോയി. പി കെ നവാസ്, താങ്കൾ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരു ശ്രമം നടത്തി, അതിൽ ഭരണസ്വാധീനം ഉപയോഗിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്നൊരു മറ്റൊരു ചോദ്യമുണ്ട്. അത് SFI ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നേടാൻ കഴിയാമായിരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം സിൻഡിക്കേറ്റിലേക്കുള്ള വിജയമാണ്. പക്ഷേ സിൻഡിക്കേറ്റിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അവിടെ സിൻഡിക്കേറ്റിൽ SFIയുടെ പ്രതിനിധിയാണുള്ളത്. ക്യാമ്പസ് നിങ്ങൾക്ക് കിട്ടി 8 വർഷത്തിന് ശേഷം. അത് SFI പരിശോധിക്കുമെന്നാണ് സാദിഖ് പറയുന്നത്. മറുപടി പി കെ നവാസ്. എനിക്ക് ഈ ചർച്ചയുടെ ആരംഭത്തിൽ സാദിഖിൻ്റെ സംസാരത്തിൽ പറഞ്ഞു, ഞങ്ങൾ തെറ്റുതിരുത്തും, ഞങ്ങൾ ഈ പരാജയത്തെ അംഗീകരിക്കും, എന്നിട്ട് തെറ്റുതിരുത്തി മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് വരുമെന്ന്. എനിക്ക് ആ ആമുഖം കേട്ടപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇവർ തെറ്റുതിരുത്തിയാൽ നഷ്ടപ്പെടാനുള്ളത് ഞങ്ങൾക്കാണ് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിക്കുമ്പോൾ എനിക്ക് വലിയ ശുഭപ്രതീക്ഷയുണ്ട്. കാരണം ഒരു തിരുത്തലിനും SFI തയ്യാറല്ല. MSFനെയും KSUവിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട അലോഷ്യസിനും എനിക്കൊക്കെ ആശ്വാസമുള്ള വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ശുഭാപ്തി പ്രതീക്ഷയിൽ തന്നെയാണ്. വരുന്ന സർവകലാശാല തെരഞ്ഞെടുപ്പുകളിൽ, കോളേജ് തെരഞ്ഞെടുപ്പുകളിൽ ഈ സമീപനമാണ് SFI സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിച്ചാലേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഞാൻ 2 കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, അദ്ദേഹം സംസാരത്തിൻ്റെ ആമുഖമായി പറഞ്ഞു സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതാണ് വലിയ സംഭവം എന്നാണ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സിൻഡിക്കേറ്റിലേക്ക് വോട്ട് ചെയ്യുന്ന സെനറ്റ് അംഗങ്ങൾ, ആ സെനറ്റ് അംഗങ്ങൾ എത്ര പേര് കാലിക്കറ്റ് സർവകലാശാലയിലുണ്ട്? 14 പേർ കാലിക്കറ്റ് സർവകലാശാലയിലുണ്ട്. ആ 14 പേരിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട 10 പേരുണ്ട്. ബാക്കി 4 പേർ നോമിനേറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞല്ലോ നോമിനേറ്റ് ചെയ്ത അംഗത്തെക്കുറിച്ച്. ഞാൻ 4 ആളുടെ പേരും പറയാം. ഒന്ന് മടപ്പള്ളിയിലെ സിയാന എന്ന് പറയുന്ന കുട്ടി, 2 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ അനുഷ എന്ന കുട്ടി, മറ്റൊന്ന് പട്ടാമ്പി SNGSലെ സ്നേഹ എന്ന കുട്ടി, അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ കോളേജിലെ അമനാഥ്. ഈ 4 പേരാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത്. ഇത് 2 പേർ SFI ആണ്. ആ 2 പേരെ ഒക്കത്ത് വെച്ചിട്ടാണ് ശ്രീ സാദിഖ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ വലിയ യുദ്ധം നയിച്ചു ഗവർണർക്കെതിരെ. എന്തിന്? ഗവർണർ മെറിറ്റ് അട്ടിമറിച്ചു എന്നതിൻ്റെ പേര്. ഞങ്ങൾ പറയുന്ന ഗവർണർ 4 മെറിറ്റ് അട്ടിമറിച്ചതാണ്. അത് 2 ABVPയും 2 SFIയും ആണ്. ഇവിടെ തർക്കം എന്താണ്? സാധാരണഗതിയിൽ ഗവർണർ നോമിനേറ്റ് ചെയ്യുമ്പോൾ 4 ഞങ്ങൾക്കാണ് കിട്ടാറ്. ആ ഞങ്ങളുടെ 2 ABVP കൊണ്ടുപോയ തർക്കമാണ് സർവകലാശാലയിൽ കണ്ട സമരം. അല്ലാതെ അതൊരു വലിയ ധാർമ്മിക യുദ്ധമൊന്നും ആയിരുന്നില്ല. പ്രിയപ്പെട്ട അരുൺകുമാർ, അതൊരു ധാർമ്മിക പ്രതിഷേധമായിരുന്നു, ധാർമ്മിക യുദ്ധമായിരുന്നു എന്ന് കണക്കാക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, സിൻഡിക്കേറ്റിലേക്ക് SFIയുടെ ഇത് MSFന്റെ നിലപാടാണോ? ഗവർണർക്കെതിരെയുള്ള ഈ SFIയുടെ നിലപാട് യാഥാർത്ഥ്യത്തിൽ നിരക്കുന്നതായിരുന്നില്ല എന്നത് MSFന്റെ നിലപാട് തന്നെയാണോ? ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു, ഗവർണറാണ് ശരി, അങ്ങനെയാണോ? സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. സെനറ്റ് അംഗം എങ്ങനെ ഗവർണറാണ് ശരി എന്നതാണോ നിങ്ങളുടെ നിലപാട്? അല്ലെന്ന്, ഗവർണർ തെറ്റാണെന്നാണ് പറഞ്ഞു. ഗവർണർ നോമിനേറ്റ് ചെയ്ത ലിസ്റ്റ് പൂർണ്ണമായി, ഗവർണർ നോമിനേറ്റ് ചെയ്ത ലിസ്റ്റ് 4 വിദ്യാർത്ഥി പ്രതിനിധികളും ആ സ്ഥാനത്തിരിക്കാൻ അയോഗ്യരാണ്. എങ്ങനെയാണ് നോമിനേഷനിലേക്ക്? നിങ്ങളൊരു സമരം ഗവർണർക്കെതിരെ സംഘടിപ്പിച്ച് SFI സമരത്തെക്കാൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള സമരമെന്ന് നിങ്ങൾ എന്തുകൊണ്ടൊരു സമരം ചെയ്ത് കാട്ടിയില്ല? കൃത്യമായ ചോദ്യമാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരെ നിരന്തരമായി പരാതി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ആർക്ക് കൊടുക്കണം? ഞങ്ങൾ ഈ വിഷയത്തിൽ നിരന്തരമായി ഇത് തെറ്റാണ് എന്ന് നിങ്ങളുടെ മാധ്യമത്തിന് മുമ്പിൽ വന്നു പോലും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ചോദ്യം, ഞങ്ങൾ ഇതിൽ സമരം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത്? ഗവർണർക്കെതിരെ സമരം ചെയ്യണം. ആരോട്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുമോ? ഈ ഗവർണറെ സ്ഥാനത്ത് നീക്കാമെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. വിദ്യാഭ്യാസ മന്ത്രി സമരം ചെയ്യാതെ നിങ്ങൾ SFI മാത്രമാണ് ഗവർണർക്കെതിരെ സമരം ചെയ്തത്. ഗവർണർ ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, SFIക്ക് ബോധ്യമുണ്ട്. SFI സമരം ചെയ്യുന്നു, MSF സമരം ചെയ്യുന്നില്ല. SFI ചെയ്യുന്ന സമരത്തെ നിങ്ങൾ കുറ്റം പറയുകയും ചെയ്തു. അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത് പി കെ നവാസ്? അല്ല, ഞങ്ങൾ അവരുടെ ഞങ്ങൾ സമരത്തിന്റെ മെറിറ്റിനെ കുറിച്ച് പരിശോധിക്കുന്നു. ഞങ്ങൾ പറയുന്ന SFI ചെയ്ത സമരം യഥാർത്ഥത്തിൽ അവർ ആത്മാർത്ഥമായി ചെയ്യുന്ന സമരമാണോ? എന്താണ് അവരുടെ കോസ്? ഞങ്ങൾ പറയുന്ന കോസ് ഞങ്ങൾ അന്നും പറഞ്ഞു, ഈ 4 പേരും അയോഗ്യരാണ്. പക്ഷേ SFI പറയുന്നു 2 പേർ അയോഗ്യരാണ്. എന്താ 2 പേർക്കുള്ള കുഴപ്പം? ആ 2 പേർ ABVP ആണ്, മറ്റേ 2 പേർ ഞങ്ങളുടെ SFI ആണ്. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് അവർ യോഗ്യരാണ്, അവർക്ക് ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഇല്ല, അതുകൊണ്ട് അയോഗ്യരാണ്. എന്താണ് ഈ കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുപ്പിൽ UDSF സഖ്യത്തിന് അനുകൂലമായി തീർന്നിട്ടുണ്ടാവാവുന്ന ഘടകം?
ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം അരുൺകുമാർ നേരത്തെ ചോദിച്ചത് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചല്ലോ, അതൊരു ഭയങ്കര സംഭവമല്ലേ എന്നാണ്. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥി പ്രതികൾ 14 പേരാണ്. നേരത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം സാദിഖ് ഇവിടെ പറഞ്ഞു. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ആകെ പഠിക്കുന്ന 30,000 കുട്ടികളാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. ആ കാലിക്കറ്റ് സർവകലാശാലയുടെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തിട്ടുള്ള, ഈ പ്രതിനിധികൾ വോട്ട് ചെയ്തിട്ടുള്ള ആ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് കേവലം 14 പേർ വോട്ട് ചെയ്ത സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിനെ വെച്ചാണ് സാദിഖ് വിലയിരുത്തുന്നത്. ഞങ്ങൾക്ക് പരാതിയില്ല. അത്തരം വിലയിരുത്തലുകളാണ് SFI ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തേണ്ടത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാലത്തോളം ഞങ്ങൾ കോൺഫിഡൻസ് ആണ്. ഇനി എന്താണ് ഇതിൽ സംഭവിച്ചതെന്നാണ്. ഞാനും അലോഷ്യയും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പൊളിറ്റിക്കലി 7 മുതൽ 15 വോട്ടുകൾക്ക് ഞങ്ങൾ ജയിക്കും എന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. ഇനി മാക്സിമം പോയാൽ ഒരു 25 വോട്ടിന് ഞങ്ങൾ ജയിക്കും. ഒരു നിലക്കും തോൽക്കാൻ MSFO KSO തോൽക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ശ്രീ അരുൺകുമാർ 42 വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ഞങ്ങൾക്ക് അധികമായി വന്ന 10-15 വോട്ട് ഏതാണ്? തലേ ദിവസം SFI പാക്ക് ചെയ്ത് ബസ്സിൽ കൊണ്ടുവന്ന് തങ്ങളുടെ ക്യാമ്പിൽ താമസിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരുടെ കയ്യിൽ വെച്ചിരുന്ന SFIയുടെ UUCമാർ, SFIയുടെ തെരഞ്ഞെടുക്കപ്പെട്ട UUCമാർ, ആ UUCമാർ അവരോട് വിയോജിപ്പ് രേഖപ്പെടുത്തി ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അതായത് എവിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പല മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസിലേക്ക് വോട്ട് ചോർന്നതുപോലെ ഈ SFIയുടെ UUCമാർ UDSFന് വോട്ട് കുത്തിയെന്നാണോ? SFIയുടെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ UUCമാരുടെ വോട്ട് വെച്ച് ഞങ്ങൾ ജയിക്കേണ്ടതിനേക്കാൾ 10-20 വോട്ടുകൾ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, അധികം വോട്ടിന് ജയിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ SFIയുടെ ഭാരവാഹികളായ ആളുകൾ പോലും അവരോടുള്ള വിയോജിപ്പിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് സാധിക്കുന്നതിന് മറുപടി വേണം. തുടരുക, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സാധിക്കും. വെൽക്കം ബാക്ക്. കാലിക്കറ്റ് സർവകലാശാലയിൽ 8 വർഷത്തിനു ശേഷം KSU MSF UDSF സഖ്യം നേടിയ വിജയം, ആ ചരിത്ര വിജയത്തിന്റെ കാരണമെന്ത് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കോട്ടകൾ ഇളകി തുടങ്ങിയോ എന്നാണ് ചോദ്യം. അലോഷ്യസ് സീവർ KSU പ്രസിഡന്റ്, PK നവാസ് MSF നേതാവ്, ഒപ്പം തന്നെ സാദിഖ് SFI പ്രതിനിധിയുടെ മുഖപ്പമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി അലോഷ്യസ് സേവറിലേക്ക് പോകാം. സാദിഖിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചുടൻ മടങ്ങി വരാം. അലോഷ്യസ് സേവർ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവുമാരുടെ വോട്ടുകളാണെന്നും യഥാർത്ഥത്തിൽ SFIയുടെ കോട്ടകളിലൊന്നും ഉലച്ചിൽ തട്ടിയിട്ടില്ല എന്നുമാണ് SFIയുടെ വാദം. അത് ശരിയാണോ അലോഷ്യസ് സേവർ? അല്ല, അതായത് ഈ തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിന് ശേഷം അതിന് വലിയ വാദഗതികളുമൊക്കെ ആയിട്ട് SFI കടന്നു വന്നിരിക്കുകയാണ്. അത് നമ്മൾ ജയിച്ചു കയറുന്ന സാഹചര്യങ്ങളിൽ അത് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ വിദ്യാർത്ഥികളുടെ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് അതിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഞാനും നവാസും ഇന്നലെ മുതൽ മാധ്യമങ്ങളെ കാണുന്നു, ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്നു. ഞങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുൻപിലുണ്ട്. ഈ കഴിഞ്ഞ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിടിച്ചെടുത്ത ക്യാമ്പസുകൾ എന്ന് പറയുന്നത് SFI വർഷങ്ങളായിട്ട് അടക്കി ഭരിച്ചിരിക്കുന്ന ക്യാമ്പസുകളാണ്. അത് എത്തരത്തിലാണ് ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാകുക എന്ന് നമ്മൾ അതിൻ്റെ ഓരോ കണക്കുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്. ഇതിൽ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീ അരുൺകുമാർ, കേരളത്തിലെ ക്യാമ്പസുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. SFIക്കെതിരെ ഒരു വികാരം കേരളത്തിലെ ക്യാമ്പസുകളിൽ രൂപപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ കുറേയേറെ നാളുകളായി അവർ മുന്നോട്ട് പുലർത്തിപ്പോയിരിക്കുന്ന ഏകാധിപത്യ സിദ്ധാന്തത്തോട് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ഈ ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥത്തിൻ്റെ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതെല്ലാം കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ചർച്ചകളായി മുന്നോട്ട് പോയ വിഷയങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഏത് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാലും അത് വർഷങ്ങളായിട്ട് SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്, വലിയ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ SFIക്ക് കുട പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇടതുപക്ഷ അനധ്യാപക സംഘടനകളുടെ ഒരു വലിയ നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ആലോചിച്ചത്. അതിന് മറുപടി പറയാൻ സാദിഖ് തയ്യാറാണ്. സാദിഖ്, ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭരണത്തിന്റെ തണലിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണമുണ്ട്. അതാണ് ഇപ്പോഴും അലോഷ്യസ് ആവർത്തിക്കുന്നതും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങളുടെ വോട്ടുകൾ കൂടി ഇത്തവണ UDSFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്നാണ് നവാസ് പറയുന്നത്. ശരിയാണോ? ഞാൻ പറയുന്നത് കേൾക്കാമോ ശ്രീ അരുൺ? കേൾക്കാമോ? ഇവിടെ സാങ്കേതികമായി ചെറിയൊരു തകരാറ് വന്നു കിടക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളോട് പ്രതികരിക്കാമെന്ന് വിചാരിക്കുന്നു. അതിലൊരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബന്ധപ്പെട്ടു, ഭരണം സംവിധാനം ഉപയോഗപ്പെടുത്തി എന്നൊക്കെ ഇവിടെ ആരോപിക്കുന്നത് കേട്ടു. അത്തരത്തിലുള്ള യാതൊരുവിധ ഇടപെടലുകളുടെയും ആവശ്യം SFIയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. SFI എന്ന വിദ്യാർത്ഥി സംഘടന, ആ സംഘടന ക്യാമ്പസുകളിൽ ജയിച്ചു വരുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും
സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും SFIയുടെ സ്വതന്ത്രമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഭരണമുള്ള സമയത്തും ഭരണമില്ലാത്ത സമയത്തും കേരളത്തിലെ സർവകലാശാലകൾ SFI ഭരിച്ചിട്ടുണ്ട്, ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ വിജയം ഉണ്ടായപ്പോൾ MSFന്റെ നേതാക്കളുടെ ആദ്യ പ്രതികരണം കേരളത്തിൽ ഇടതുപക്ഷം ഭരണത്തിലിരിക്കുമ്പോൾ ആദ്യമായി കാലിക്കറ്റ് സർവകലാശാല ഇവർ ജയിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭരണമുള്ളപ്പോഴേ ഇവർക്ക് ജയിക്കാൻ പറ്റാറുള്ളൂ, ഇത്തവണ അതിൽ മാറ്റമുണ്ടായി എന്നുള്ളതാണ്. എന്നാൽ SFIയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുൻകാലങ്ങളിൽ UDF ഭരിച്ചപ്പോഴും ഞങ്ങൾ പല സർവകലാശാലകളും ഭരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭാവിയിലും കേരളത്തിൽ ഭരണം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും ആ ഘട്ടത്തിലും കേരളത്തിൽ SFIയെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. SFIയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആര് ഭരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങളോടുള്ള അനുഭാവം നഷ്ടപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക്, ക്യാമ്പസുകൾ മാറി ചിന്തിക്കുന്നുവെന്നാണ് അലോഷ്യസ് സേവ്യർ പറഞ്ഞത്. ശരിയാണോ? പല പ്രധാനപ്പെട്ട ക്യാമ്പസുകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലേ? ഈ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കോളേജ് തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പാണല്ലോ ശ്രീ അരുൺ. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട UUCമാരാണല്ലോ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയത്. ആ വോട്ട് രേഖപ്പെടുത്തി UUCമാരെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഏതാണ്ട് ഒരു വർഷത്തോടടുത്ത ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്. അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നിങ്ങൾ പറഞ്ഞതാണ് കേരളത്തിൽ SFI ഒലിച്ചു പോകുന്നു, SFIക്ക് കോട്ടകൾ തകരുന്നു. ചില മലബാറിലെ ചില പ്രത്യേക ക്യാമ്പസുകളിൽ SFIക്കുണ്ടായ പരാജയം ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ അന്ന് വാർത്ത കൊടുത്തു. അന്ന് SFIക്കുണ്ടായ തോൽവിയുടെ തുടർച്ചയാണ് ഈ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ്. അന്ന് വിജയിച്ചു വന്ന UUCമാരാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. ആ ഒരു വർഷത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ഇന്ന് ഈ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലുള്ള ഇടവേളകളിൽ കേരളത്തിൽ മറ്റനേകം സർവകലാശാലകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ KTUവിൽ തെരഞ്ഞെടുപ്പ് നടന്നു. UDSF കാലങ്ങളായി അടക്കി ഭരിക്കുന്ന വയനാട് ജില്ലയിലെ മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ വിജയിച്ചുകൊണ്ടാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ SFI ആധിപത്യം കാണിച്ചത്. അതേപോലെ നേരത്തെ സൂചിപ്പിച്ച മലയാളം സർവകലാശാലയും കാർഷിക സർവകലാശാലയും ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ തെരഞ്ഞെടുപ്പ് നടന്നു. ആരോഗ്യ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെയെല്ലാം SFI വിജയിച്ചു വരികയാണ്. ഒരു നിമിഷം സാദിഖ്, കേരള സർവകലാശാലയുടെ ഒരു വർഷം മുമ്പ് നടന്ന UUC തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനൊന്നുമില്ല. എന്നാൽ തൊട്ടടുത്ത സർവകലാശാലകളിലെ ഫലം നോക്കൂ. മലയാള സർവകലാശാല, ടെക്നിക്കൽ ക്യാമ്പസിലെ സർവകലാശാല, ഒപ്പം തന്നെ കാർഷിക സർവകലാശാല, ഇവിടെയെല്ലാം SFI തൂത്തുവാരുകയാണ്. നിങ്ങളുടെ പൊടി പോലും ഇല്ലല്ലോ കണ്ടുപിടിക്കാൻ. ശ്രീ അരുൺകുമാർ, എനിക്ക് സാദിഖിൻ്റെ ദുർബലമായ വാദങ്ങൾ കേട്ട് ഞാൻ ചിരിക്കായിരുന്നു. ഒരു വർഷം മുമ്പ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള UUCമാർ ഇപ്പോൾ വോട്ട് ചെയ്തു. ഇന്നലെ അവർ വോട്ട് ചെയ്തപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആര് ഭരിച്ചു? MSF KSU ജയിച്ചു. അപ്പോൾ ഒരു വർഷം മുമ്പുള്ള UUCമാരല്ല എന്നാണ് അദ്ദേഹം ആദ്യം ന്യായീകരിച്ച കാര്യം. എന്താണെന്നറിയോ? സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. അത് എന്ന് കഴിഞ്ഞതാ? 2 വർഷം മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട UUCമാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സെനറ്റ് അംഗങ്ങൾ, അതായത് ആ UUCമാരുടെ കാലാവധി കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു, സെനറ്റ് അംഗങ്ങളുടെ കാലാവധി കഴിയാൻ വേണ്ടി പോകുന്നു. അവർ തിരഞ്ഞെടുത്ത എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പ് മാത്രം ഞങ്ങൾ എടുക്കില്ല. അതിനു മുമ്പ് 2022 നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന UUCമാരെ വെച്ച് ഞങ്ങൾ ഇതിനെ വിലയിരുത്തി. 2024 വരെ മലയാള സർവകലാശാല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കാർഷിക സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത് 2023 ആ ദിവസം നിങ്ങൾക്ക് മുന്നിൽ പറയാൻ തയ്യാറാണ്. അതിനുശേഷമാണോ ഇപ്പത്തെ UUCമാരുണ്ടായത്? സാദിഖ് പറ, 23 ആ ഫാക്ച്വൽ എറർ ഞാൻ തിരുത്തുന്നു. സാദിഖ് ആ ഫാക്ച്വൽ എറർ ഞാൻ തിരുത്തുന്നു. സാദിഖോട് ചോദിക്കുന്നത്, ആ UUCമാരാണോ ഇപ്പൊ വോട്ട് ചെയ്തവർ? ആണോ? ആരാ പുതിയ UUCമാർ? ആരാണ്? സാദിഖ് പറ, പുതിയ UUCമാർ ആരാണ്? സെനറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത UUCമാർക്ക് ശേഷം തെരഞ്ഞെടുത്ത UUCമാരാണ്. നമുക്ക് അതിന്റെ സാങ്കേതിക എന്റെ ചോദ്യം സ്ട്രേറ്റ് ആയിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന മലയാള സർവകലാശാലയിലടക്കം SFI ആണ് വിജയിച്ചത്. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ വിജയം മാത്രം എടുത്ത് പ്രൊജക്ട് ചെയ്തുകൊണ്ട് SFI ഒലിച്ചുപോയി എന്നൊരു പ്രചരണം നടത്തുന്നത് എത്ര ശരിയായിരിക്കും? ചോദ്യം വളരെ വ്യക്തമായ ചോദ്യമാണ്. ഞാൻ പറയാം ശ്രീ അരുൺകുമാർ. മലയാളം സർവകലാശാലയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അരുൺകുമാർ പരിശോധിക്കണം. MSFും ഞങ്ങൾ മത്സരിച്ചു.
ഞങ്ങൾ മത്സരിച്ചിട്ട് ഞങ്ങളുടെ നോമിനേഷൻ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഞങ്ങൾ നോമിനേഷൻ സ്വീകരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഒരു സർവകലാശാലകളിലും സുതാര്യമായ തിരഞ്ഞെടുപ്പ് സംവിധാനം നടക്കുന്നില്ല. പിന്നെ എങ്ങനെ കാലിക്കറ്റിൽ നടക്കുന്നു എന്ന സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവും. അപ്പോൾ കാലിക്കറ്റ് ഇത്തവണ നടന്ന സുതാര്യമാണോ? നിങ്ങളുടെ ചോദ്യമാണ്. ഒട്ടുമല്ലെന്നേ. ഒരു യൂണിവേഴ്സിറ്റിയും സുതാര്യമായി നടത്തുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കുഹാസിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ തൃശ്ശൂരിലെ റിപ്പോർട്ടർ വന്നിരുന്നു. കുഹാസിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് കേരള ആരോഗ്യ സർവകലാശാല തിരഞ്ഞെടുപ്പ് നടന്നു. ആ സർവകലാശാല ഉണ്ടാക്കിയ ശേഷം ചരിത്രത്തിൽ ആദ്യമായി MSFന്റെ 2 പ്രതിനിധികൾ കുഹാസിൽ ജയിച്ചു. ആ സമയത്ത് പ്രഖ്യാപിക്കാൻ അനുവദിച്ചില്ല SFയുടെ സംസ്ഥാന സെക്രട്ടറി. അവർ തടഞ്ഞു വെച്ചു. ഞങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചു. റിപ്പോർട്ടറിന്റെ തൃശ്ശൂരിലെ റിപ്പോർട്ടർ ഉൾപ്പെടെ അവിടെ വന്ന ശേഷം ക്യാമറകൾ ഓണായപ്പോൾ SFIക്കൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നിടത്തെല്ലാം ഐക്യജനാധിപത്യ വിദ്യാർത്ഥി മുന്നണി, KSUം MSFും ഞങ്ങൾ ഒരുമിച്ച് മുന്നേറിയിട്ടുണ്ട്. മലയാളം സർവകലാശാല ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നോ? നിങ്ങളുടെ റിപ്പോർട്ടറെ വിളിച്ച് ചോദിക്കും. തിരൂരിലെ അവിടെ നടത്താൻ അനുവദിച്ചില്ല. അവർ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പുകൾ. മറുപടി, ഒരു മിനിറ്റിലെ മറുപടി. എനിക്കൊരു ഇടവേള വേണം. അതിനുശേഷം നമുക്ക് മലബാറിലെ സീറ്റ് ക്ഷാമത്തെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ MLA ശ്രീ N. ഷംസുദ്ദീൻ തയ്യാറാണ്. സാദിഖ് മറുപടി. നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളിട്ട ബർമുഡ, നിങ്ങളിട്ട വള്ളി ട്രൗസർ, ഇതാണ് നവാസിന്റെ വാദം. ജയിച്ചത് അംഗീകരിക്കാനും തോറ്റത് അംഗീകരിക്കാനും തയ്യാറാവണം. എന്ന് പറഞ്ഞുകൊണ്ടാണ് അംഗീകരിക്കാൻ ജനാധിപത്യപരമായ തോൽവിയെ പോലും ഞങ്ങളുടെ ഏകാധിപത്യ പ്രവർത്തനയുടെ ബൈ പ്രൊഡക്റ്റായി കാണിക്കാനും ഇവർക്ക് നേടുന്ന വിജയത്തെ മാത്രം ജനാധിപത്യപരമായി അംഗീകരിക്കുകയും ചെയ്യുന്നത് എന്ത് ലോജിക്കാണ്? വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് കാണും. ഞാൻ ഈ ചാനൽ ചർച്ചയുടെ തൊട്ടുമുമ്പിരിക്കുന്ന വെസ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജ് 10-20 വർഷങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങൾ കാണൂല. മഞ്ചേരി NSS കോളേജ് 48 വർഷങ്ങൾക്ക് ശേഷം UDSF പിടിച്ചു. നിങ്ങളത് കാണൂല. ഗവൺമെന്റ് കോളേജുകൾ എണ്ണെടുത്താൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് കോളേജ് ഭരിക്കുന്ന എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് നിങ്ങൾക്കാണ്. നിങ്ങളത് കാണൂല. നിങ്ങൾ കാണാതിരിക്കുന്ന ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അല്ല, MSFനും KSUവിനും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ക്യാമ്പസുകളുടെ ലിസ്റ്റും കൂടി ഒന്ന് പരിശോധിക്കാൻ ഈ നവാസ് തയ്യാറാവണം. അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ മലപ്പുറം ജില്ലയിലെ മാർത്തോമ കോളേജ് ചുങ്കത്തറ, ആ കോളേജിൽ MSF യൂണിയൻ ആയിരുന്നല്ലോ. തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് തിരൂര്, അവിടെ MSF യൂണിയൻ ആയിരുന്നു. മലപ്പുറം ജില്ലയിലെ കോളേജുകളിൽ, മലപ്പുറം ജില്ലയിലെ SFI ഭരിച്ചിരുന്ന ക്യാമ്പസുകളിൽ എത്ര ക്യാമ്പസുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു സാദിഖ്? MSF ഭരിച്ച നമ്മുടെ തുഞ്ചൻ മെമ്മോറിയൽ കോളേജ്, മാർത്തോമ, ചുങ്കത്തറ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ ഇവർക്ക് നഷ്ടപ്പെട്ടു. SFIക്ക് എത്ര ക്യാമ്പസുകൾ നഷ്ടപ്പെട്ടു സാദിഖ്? SFIക്ക് നഷ്ടപ്പെട്ടത് മാത്രമല്ലല്ലോ, MSFന് നഷ്ടമുണ്ടായിട്ടില്ല. അതൊരു വലിയ മാജിക്കാണ്. നഷ്ടപ്പെട്ടത് മുഴുവൻ ഞങ്ങൾക്കാണ്, പക്ഷെ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് ഞങ്ങളാണ്. അതൊരു വലിയ മാന്ത്രിക വിദ്യയാണ്. സാദിഖിനെ പോലുള്ള നേതാക്കന്മാർ SFIയിൽ വളരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ പരാജയത്തിന്റെ കാരണം പഠിക്കും എന്നുള്ളത് നവാസിന്റെ ആശംസയൊന്നും വേണ്ട. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളും കൂടെ പറയേണ്ട അവസരം പഠിക്കാതിരിക്കണം. സാദിഖ്, ഒരു മിനിറ്റ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞത് കൂടാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? സിൻഡിക്കേറ്റിലെ വിജയം വലിയ വിജയമാണ്, അതൊക്കെ സംബന്ധിച്ച് ഒരു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ്, അതൊക്കെ സംബന്ധിച്ച്. പക്ഷേ താങ്കൾ പരാജയം അംഗീകരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇതിനകത്തൊരു പോസിറ്റീവ് ടോൺ ഉണ്ട്. നമുക്ക് അവിടെ നിർത്താം. അതല്ല മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. ബാക്കി കൂടി പറയട്ടെ. എന്താണ് സാദിഖ് പറയാനുള്ളത്? ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു MSFന്റെ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട്. ആ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയ ഏതാനും ചില MSF നേതാക്കളെ ഇപ്പൊ തിരിച്ചെടുത്തു. അല്ല, അത് അപ്പൊ അവിടെ MSF ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ലക്ഷ്യം വെച്ചത് സർവകലാശാല തെരഞ്ഞെടുപ്പാണ്. വിരുദ്ധമായ വളരെ ഗൗരവമേറിയ വിഷയമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വന്നത്. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി. Debate with Arun Kumar.